പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും നമ്മുടെ അനിയുടെയും അവന്തികയുടെയും കല്യാണം നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. എല്ലാവരും അതിൽ വളരെയധികം സന്തോഷത്തിലാണ്. അങ്ങനെ ഇക്കാര്യത്തെക്കുറിച്ച് നമ്മുടെ അനി അറിയുകയാണ്. എന്നിട്ട് സങ്കടത്തോടു കൂടെ ചിന്തിക്കുന്നുണ്ട്. മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഞാൻ ആവുന്നത്ര പറഞ്ഞതാണല്ലോ ഈ കല്യാണത്തോട് എനിക്ക് താല്പര്യമില്ല എന്നുള്ളത്. പിന്നെ അനാമിക കല്യാണം കഴിച്ചതിൻ്റെ അപ്പുറമായിരിക്കും ഇവളെ കല്യാണം കഴിച്ചാൽ പിന്നെ ആ രീതിയിലൊന്നും എനിക്ക് അവന്തികയെ കാണാൻ പറ്റത്തില്ല എന്നൊക്കെ അവരോട് പറഞ്ഞത് ാണല്ലോ. എന്നിട്ടും ഇവരെന്താ മനസ്സിലാക്കാത്തത്? വല്ലാത്തൊരു ജീവിതം തന്നെയായിപ്പോയി എൻ്റേത് എന്നുള്ള രീതിയിലൊക്കെ സ്വയം ശപിച്ചുകൊണ്ടും സങ്കടപ്പെട്ടുകൊണ്ടും നിൽക്കുകയാണ് അനി. അങ്ങനെ പിന്നീട് അനിയുടെ അടുത്തോട്ട് അവന്തിക വരുന്നുണ്ട്. പക്ഷേ അവന്തിയെ കാണുന്നത് പോലും ഇപ്പോൾ അനിക്ക് വെറുപ്പായിരിക്കുകയാണ്. എന്നിട്ട് അവന്തികയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. എന്നിട്ട് മുറിയിൽ നിന്നും ഇറങ്ങിപ്പോവാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഈ ഒരു സങ്കടത്തിലും അനി തന്നോട് ഇങ്ങനെ പെരുമാറിയതിലും സങ്കടപ്പെട്ട് അവന്തിക മുത്തശ്ശനോട് ഇക്കാര്യത്തെക്കുറിച്ച് പറയാനായിട്ട് പോവുകയാണ്. അങ്ങനെ അവന്തികയുടെ മുഖം കണ്ടിട്ട് എന്താ മോളെ, എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ മുത്തശ്ശ, എൻ്റെ ഇഷ്ടം ഞാൻ അനിയേട്ടനോട് തുറന്ന് പറയുകയും ഇവിടെയുള്ള എല്ലാവരോടും തുറന്ന് പറയുകയും ചെയ്തു. എനിക്ക് അനിയേട്ടനെ അത്രയ്ക്ക് ഇഷ്ടമാണ്. പിന്നെ ഈ വീട്ടിൽ നിന്ന് പോകാനും എനിക്ക് ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അനിയേട്ടന് എന്നെ ഒട്ടും ഇഷ്ടമല്ല, എന്നെ ആട്ടി ഇറക്കുകയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അത് മോളിക്കാര്യത്തെക്കുറിച്ച് പെട്ടെന്ന് പറഞ്ഞപ്പോഴുള്ള ഷോക്ക് കൊണ്ടാണ്. പതിയെ പതിയെ ശരിയായിക്കോളും. നീ നമ്മുടെ കുട്ടിയല്ലേ, പിന്നെ ഇവിടെയുള്ള കുട്ടിയല്ലേ, അതിനെക്കൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാനൊന്നും പോകുന്നില്ലല്ലോ. പിന്നെ നാളെ ഞാൻ ഇക്കാര്യത്തെക്കുറിച്ച് എല്ലാവരെയും വിളിച്ചറിയിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് മോൾ സങ്കടപ്പെടേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് നിശ്ചയത്തിലോട്ടും കല്യാണത്തിലോട്ടും കടക്കാട്ടോ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ അവന്തിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നുകയാണ്. എന്നിട്ട് നമ്മുടെ പ്ലാനൊക്കെ സക്സസ് ആവുന്നുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ അവന്തിക അച്ഛനെ വിളിച്ച് അറിയിക്കുകയും അച്ഛന് മോൾ ധൈര്യമായിട്ടിരിക്കും, ഇനി മോളുടെ കല്യാണത്തിൻ്റെ അന്ന് വേണം നിൻ്റെ മുത്തശ്ശൻ്റെ എല്ലാ അധികാരത്തോടെയും എനിക്ക് അവിടെ വന്ന് നിൽക്കാൻ. അതിനായിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്നൊക്കെ അവന്തികയോട് പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേന്ന് രാവിലെ മുത്തശ്ശൻ എല്ലാവരെയും വിളിച്ച് കൂട്ടുകയാണ്. ദേവയാനിയെയും അതുപോലെ തന്നെ അനിയെയും എല്ലാവരോടുമായിട്ട് ഹാളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറയുകയാണ്. അങ്ങനെ എല്ലാവരും എത്തുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, ആരും എതിർത്ത് എന്നോടൊന്നും സംസാരിക്കാനോ ചോദിക്കാനോ ഒന്നും നിൽക്കണ്ട. എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ മക്കളുടെ കല്യാണത്തെക്കുറിച്ചാണല്ലോ ഇപ്പോഴത്തെ ചർച്ച. അത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നടത്തണം. നിശ്ചയം എന്നുള്ള രീതിയിൽ നമ്മൾ മാത്രം ഒന്നിച്ച് കൂടിയിട്ട് നിശ്ചയം നടത്തുകയും വളരെ പെട്ടെന്ന് തന്നെ കല്യാണത്തിലേക്ക് എത്തുകയും വേണം. കല്യാണമാകുമ്പോഴേക്കും നവീൻ അവരുടെ ഡൈവേഴ്സും കാര്യങ്ങളൊക്കെ നടത്തി തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യത്തിലേക്ക് നമുക്കിനി കടക്കാം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് അനി വീണ്ടും അവിടെ ഷൗട്ട് ചെയ്യുകയാണ്, മുത്തശ്ശനൊരു അഭിപ്രായം എടുക്കുമ്പോൾ എൻ്റെയും കൂടെ ഇഷ്ടവും താല്പര്യവും ഒക്കെ നോക്കണ്ടേ? ഒരാളുടെ ഇഷ്ടം താല്പര്യവും മാത്രമാണ് നോക്കേണ്ടത്. എനിക്ക് ഇവളെ ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ എൻ്റെ അനിയത്തിയായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. അതിനെക്കൊണ്ട് ഇവളെ ഭാര്യയായിട്ട് കാണാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല. ഒരുത്തിയെ തന്നെ ഇഷ്ടമില്ലാതെ കല്യാണം കഴിച്ചതിൻ്റെ അനുഭവം എല്ലാവർക്കും അറിയാലോ. പിന്നെ എല്ലാവരും എന്തിനാ എൻ്റെ ജീവിതം വെച്ച് കളിക്കുന്നത്, എൻ്റെ തലയിൽ വെച്ച് കെട്ടാൻ നോക്കുന്നത് എന്തിനാ എന്നൊക്കെ പറഞ്ഞ് ഷൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശൻ ദേഷ്യപ്പെട്ട് അനിയോട് പറയുന്നുണ്ട്, നീ ആരോടാ ദേഷ്യപ്പെടുന്നത് എന്നറിയോ? നീ മുത്തശ്ശനോട് ഇതുവരെ ദേഷ്യപ്പെട്ടിട്ടില്ല. നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീ നിൻ്റെ ജീവിതത്തിൻ്റെ നല്ല ഇതിന് വേണ്ടിയിട്ടല്ലേ പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ജാനകി പറയുന്നുണ്ട്, അവൻ്റെ മനസ്സിലിരിപ്പ് വേറെയാണ്, അതിനുള്ള അഹങ്കാരവും ഹുങ്കും കാണിക്കുകയാണ്. അതെന്തായാലും ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നടക്കത്തില്ല, അവളെ അങ്ങ് മറന്നേക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അനി പറയുന്നുണ്ട്, അവളുടെ കാര്യം ഇതിലേക്ക് ആരും എടുത്ത് വെക്കേണ്ട കാര്യമില്ല, എനിക്കിപ്പോൾ വിവാഹം വേണ്ട എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും കേട്ടോളൂ, ഞാൻ നന്ദുവിനെ മാത്രമേ വിവാഹം കഴിക്കൂ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടാവില്ല എന്നുള്ള ആ ഒരു ശബ്ദം മുത്തശ്ശൻ്റെ മുഖത്തൊക്കെ നോക്കിയിട്ട് പറയുകയാണ്. അപ്പം മുത്തശ്ശൻ, നീ എന്താടാ പറഞ്ഞത്? നീ കയർത്ത് സംസാരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് മുത്തശ്ശൻ്റെ അടുത്ത് വന്നിട്ട്, ഞാൻ നല്ല രീതിയിൽ തന്നെ പറഞ്ഞതല്ലേ മുത്തശ്ശ, എൻ്റെ മനസ്സിലാക്കുന്ന ഒരാളല്ലായിരുന്നു മുത്തശ്ശന്, പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു ഇത് എല്ലാവരുടെയും കൂടെ കൂട്ടുനിന്നിട്ട് നടത്താൻ നോക്കുന്നത്? എനിക്ക് ഒട്ടും താല്പര്യമില്ല മുത്തശ്ശ. നിങ്ങൾക്കൊക്കെ എൻ്റെ ശവമാണോ കാണേണ്ടത്? ഞാൻ ജീവിച്ചിരിക്കുന്നത് നിങ്ങൾക്കൊന്നും ഇഷ്ടമില്ലേ? അങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഈ കല്യാണം നടത്താൻ തീരുമാനിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരെയും ധർമ്മസങ്കടത്തിലാക്കിയിട്ട് മുത്തശ്ശനോട് എതിർത്ത് സംസാരിച്ചാൽ അവിടെ നിന്ന് കയറി പോവുകയാണ്. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും ഇവൻ ഇങ്ങനെ തീരുമാനം എടുത്താൽ എന്താ ചെയ്യുക എന്നുള്ള ഒരു ടെൻഷനോട് കൂടിയാണ് നിൽക്കുന്നത്.